മോഹൻലാല് ശോഭന ജോഡി അവരുടെ പുതിയ സിനിമ വരാൻ പോകുന്നു, തുടരും. ഏകദേശം അവർ രണ്ടുപേരും ഏകദേശം 55 സിനിമകളിൽ ജോഡിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിലൂടെ സംസാരിച്ചു പോവാം. മോഹൻലാൽ ശോഭനയും മലയാളി പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച ഒരു നല്ല ഹിറ്റ് ജോഡികളാണ്. ഇരുവരും ചേർന്ന് അനശ്വരമാക്കിയ എത്രയെത്ര നല്ല കഥാപാത്രങ്ങളാണ്. 100-ലേറെ നായികമാർക്കൊപ്പം അഭിനയിച്ചിട്ടുള്ള മോഹൻലാൽ അവരിൽ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടത് ശോഭന എന്ന് വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. തെന്നിന്ത്യൻ സിനിമയിലെ ഒട്ടുമിക്ക സൂപ്പർ താരങ്ങളുടെയും നായികയായി വേഷമിട്ട ശോഭനയ്ക്ക് ഇപ്പോഴും മോഹൻലാലിനൊപ്പം അഭിനയിക്കുമ്പോൾ ആദ്യ സിനിമയുടെ ഒരു ആവേശമാണ് ഉള്ളതെന്ന് സിനിമ ഫീൽഡിലുള്ളവർ പറയുന്നുണ്ട്. ഇരുവരും ചേർന്ന് ഇതുവരെ അഭിനയിച്ചത് ഏകദേശം 55 സിനിമകളാണ്. തരുൺ മൂർത്തിയുടെ തുടരും സിനിമയിലൂടെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം, അതായത് ഏകദേശം 20 വർഷത്തിന് ശേഷമാണ് മോഹൻലാലും ശോഭനയും ഇപ്പൊ ഒന്നിച്ച് ഒരു ജോഡിയായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. തൊഴിൽ തേടി ചെന്നൈയിലെത്തുന്ന ദാസന്റെയും വിജയന്റെയും സഹപ്രവർത്തകയായിട്ടായും അയൽവാസിയുമായിട്ടാണ് നാടോടിക്കാറ്റിൽ ശോഭന വേഷമിടുന്നത്. രാധയും ദാസനും തമ്മിലുള്ള പ്രണയം അത്രമേൽ ഹൃദ്യമായിട്ടാണ് നമ്മുടെ സത്യനന്ദിക്കാട് സ്ക്രീനിലേക്ക് പകർത്തി വെച്ചിരിക്കുന്നത്. പറയാതെ പറയുന്ന കണ്ണുകളുടെ സൂക്ഷ്മ ചലനങ്ങളിലൂടെയും ചെറിയ ചെറിയ കുഞ്ഞു സംഭാഷണങ്ങളിലൂടെയും വരച്ചിടുന്ന അവരുടെ മനോഹരമായ ആ നല്ല സ്നേഹബന്ധത്തിന് ഇന്നും ആരാധകർ ഏറെയാണുള്ളത്. അപ്പൊ തുടരും എന്ന സിനിമയുടെ പ്രമോഷന് ഒപ്പം പ്രേക്ഷകര് ഇപ്പോൾ ചേർത്ത് വയ്ക്കുന്നത് നാടോടിക്കാറ്റിലെ ആ ഗാനത്തെയാണ്. വൈശാഖ സന്ധ്യ എന്ന് പറയുന്ന ആ ഗാനത്തെ. ചായ കുടിക്കാനായിട്ട് ശോഭനയുടെ രാധ എന്ന കഥാപാത്രത്തെ ക്ഷണിക്കുന്നതും മടിച്ചു നിൽക്കുന്ന നായികയുടെ കയ്യിൽ ബലമായി പിടിക്കുന്നതും അതിന് ശോഭനയുടെ കഥാപാത്രം നൽകുന്ന പ്രതികരണവും ഒക്കെ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച രംഗങ്ങളിൽ ഒന്നാണ്. അവ നാടോടി കാറ്റിനെയും തുടരും സിനിമയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രണയഭാഷ എന്ന് പറയുന്ന ചായയാണ്. അതിൽ ചില രംഗങ്ങൾ നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ ആരെങ്കിലും ചോദിക്കാനും പറയാനും ഇല്ലെങ്കിൽ കാശു പോകുന്ന വഴി കാണുകയില്ല. അങ്ങനെ പറഞ്ഞിട്ട് ദാസൻ പരിതപിക്കുന്നു. അപ്പൊ ചോദിക്കാനും പറയാനും ആളില്ലെന്ന് ആര് പറഞ്ഞു? അപ്പൊ അത് രാധയുടെ മറുപടിയാണ്. ദാസൻ ശബ്ദം താഴ്ത്തിയപ്പോ പറയുകയാണ്, ഉണ്ടോ? രാധ പറയുന്നപ്പ പിന്നില്ലാതെ. ശ്രീനിവാസൻ എത്ര മനോഹരമായിട്ടാണ് ചെറിയ ചെറിയ വാക്കുകളിലൂടെ തന്നെ പേനത്തുമ്പില് ഇവരുടെ ആ പ്രണയത്തെ കോർത്തു വെച്ചിരിക്കുന്നത്. അതുകൂടാതെ പി ബാലചന്ദ്രന്റെ തിരക്കഥയിൽ TK രാജകുമാർ സംവിധാനം ചെയ്ത പവിത്രത്തിലെയും കൂടാതെ ചെറിയ കൽപ്പകവാടി തിരക്കഥ എഴുതി മോഹൻ സംവിധാനം ചെയ്ത പക്ഷയിലെയും ലാൽ ശോഭന ജോഡികൾ പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു നൊമ്പരമാണ്. അവർ രണ്ടുപേരും ഒരിക്കലും ഒന്നാകാൻ കഴിയാതിരുന്നിട്ടും മനസ്സുകൊണ്ട് എന്നും ഒരുമിച്ചിരിക്കുന്ന പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ മീര, ബാലചന്ദ്ര നന്ദിനി ജോഡികൾ. അതായത് ശുഭപര്യവസാനമായ പതിവ് സിനിമാശീലങ്ങൾക്ക് ഒരു അപവാദം കൂടിയാണ് ഈ ജോഡികൾ. നിസ്സഹായരായി പോകേണ്ടി വരുന്ന മനുഷ്യരുടെ ഉൾക്കിടിലങ്ങളെ അത്രമേൽ സ്വാഭാവികമായി പകർത്തി വെക്കുന്നുണ്ട് ഇരുവരും ഈ രണ്ട് സിനിമകളിലും. മലയാള സിനിമയിൽ നായകനൊപ്പം തന്നെ കൃത്യമായ സ്ക്രീൻ സ്പേസ് പങ്കിടാൻ കഴിഞ്ഞിട്ടുള്ള അപൂർവം ചില നടികളിൽ ഒരാളാണ് ശോഭന. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടാണെങ്കിലും ഈ രണ്ട് ചിത്രങ്ങളിലും നായകനാണ് നായികയെ കൈവേണ്ടി വരുന്നതെന്ന പ്രത്യേകതയും ഉണ്ട്. അതുകൂടാതെ മിന്നാരത്തിലെ ബോബിയെയും നീനയെയും ആർക്കാണ് മറക്കാനാവുക? ഒരിക്കൽ തീവ്രമായി പ്രണയിക്കുകയും പിന്നീട് വേർപിരിക്കുകയും കലഹിക്കുകയും വീണ്ടും ഒന്നാകാൻ ശ്രമിക്കുമ്പോഴും കാലം വേർപെടുത്തുകയും ചെയ്യുന്ന ബോബിയെയും നീനയും പ്രിയദർശൻ അത്രമേൽ ആഴത്തിൽ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് അവരെ കൊളുത്തി വെക്കുന്നുണ്ട്. മിന്നാരത്തിലെ ഓരോ പാട്ട് സീനുകളും ഇപ്പോൾ TV-യിൽ വരുമ്പോൾ പ്രേക്ഷകർ കണ്ണും കാതും കൂർപ്പിച്ച് നോക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ്. അതുകൂടാതെ പക്ഷേ, പവിത്രം, മിന്നാരം ഇതിൽ മൂന്നിലും വിവാഹത്തിലേക്ക് എത്തും മുമ്പേ വേർപിരിയേണ്ടി വരുന്നെങ്കിൽ ഉള്ളടക്കത്തിലെ ഡോക്ടർ സണ്ണിക്കും ആനിക്കും വിവാഹശേഷവും ഒന്നാകാൻ കഴിയുന്നില്ല എന്ന ഒരു നൊമ്പരവും ആ സിനിമയിലുണ്ട്. മറ്റൊരു മനോഹരമായ ചിത്രത്തെ നമ്മൾ എടുത്തു നോക്കും, തേന്മാവിൻകൊമ്പത്ത്. അതിൽ കലഹിച്ചുകൊണ്ട് പ്രണയിക്കുന്ന മാണിക്യനും കാർത്തുമ്പിയും, കലഹിച്ചുകൊണ്ട് പ്രണയിക്കുന്ന തേന്മാവിൻകൊമ്പത്തിലെ മാണിക്യനും കാർത്തുമ്പിയും അത്രമേൽ ഒരു ജൈവികമായിരുന്നു.
ആദ്യ കാഴ്ചയിൽ തന്നെ കലഹം, പിന്നീട് മാണിക്കനെ വട്ട് കളിപ്പിക്കുന്ന കാർത്തുമ്പി, കളി കാര്യമാകുന്നതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന മാണിക്കൻ, പിന്നീടുള്ള യാത്രയിൽ മുട്ടിടുന്ന പ്രണയം, പോരുന്നു എന്റെ കൂടെ എന്ന മാണിക്കന്റെ വിളിക്കു കാതോർത്ത് നിൽക്കുന്ന കാർത്തുമ്പി, മോഹൻലാൽ, ശോഭന എന്നീ അഭിനേതാക്കളെ ആ സിനിമയിൽ ഉടനീളം കാണാൻ നമുക്ക് കഴിയില്ല. അത്ര അനായാസമായിട്ടാണ് ഇരുവരും മാണിക്കനും കാർത്തുമ്പിയായും വേഷപ്പകർച്ച നടത്തുന്നത്. അതുകൂടാതെ അതിൽ മനോഹരമായ ചില രംഗങ്ങളുണ്ട്. അതായത് മാണിക്കൻ കാർത്തുമ്പിക്ക് മുത്തുകം നൽകുന്ന ചില ഷോട്ടുകളെല്ലാം വളരെ ഭംഗിയായിട്ടുണ്ട്. കാളവണ്ടിയിലെ പ്രണയവും നാട്ടുകൂട്ടവും ഗ്രാമീണ പശ്ചാത്തലവും സുന്ദരമായ പാട്ടുകളും ഒക്കെ ആ സിനിമയെ വേറിട്ട ഒരു അനുഭവമാക്കി മാറ്റുന്നുണ്ട്. അതിൽ പ്രണയമാകട്ടെ കോമഡി ആവട്ടെ, ആ രംഗങ്ങളെല്ലാം മോഹൻലാൽ, ശോഭന, ആ കോമ്പിനേഷൻ രംഗങ്ങൾ എല്ലാം ഇരുവരും അത്രമേൽ ഭംഗിയായി അഭിനയിച്ചിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ വീണ്ടും മണിച്ചിത്രത്താഴിലേക്ക് പോയാലോ. മണിച്ചിത്രത്താഴി ശോഭനയുടെ നായക കഥാപാത്രം സുരേഷ് ഗോപിയുടെ നകുലൻ ആണെങ്കിലും ശോഭനയുടെ ഗംഗയും ലാലിന്റെ ഡോക്ടർ സണ്ണിയും തമ്മിലുള്ള ആ കോമ്പിനേഷൻ സീനുകളാണ് സിനിമയുടെ ഒരു ചില ഹൈലൈറ്റ്. ഗംഗയെയും ഗംഗയുടെ ഉള്ളിലെ നാഗവല്ലിയെയും ഒരുപോലെ തിരിച്ചറിയാവുന്ന ഏക വ്യക്തി ഡോക്ടർ സണ്ണിയാണ്. ഗംഗയും സണ്ണിയും ഒരുമിച്ചുള്ള സീനുകളിലും മോഹൻലാൽ ഏറ്റവും നന്നായിട്ട് അദ്ദേഹത്തിന്റെ ചലനങ്ങളിലൂടെയും കണ്ണുകളിലുമൊക്കെ നൽകുന്ന ആ റിയാക്ഷൻസ് അത്രമേൽ സൂക്ഷ്മവും കൃത്യവുമാണ്. നാഗവല്ലിയെ കുറിച്ച് വാചാല ആകുന്ന ഗംഗയും അത് കൗതുകത്തോടെ കേട്ടു നിൽക്കുന്ന സണ്ണിയും, ഗംഗയോട് തർക്കത്തിൽ ഏർപ്പെടുന്ന സണ്ണിയുമൊക്കെ ലാലും ശോഭനയും നല്ല മികവുറ്റതായിട്ട് അതിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ വെള്ളാനകളുടെ നാടിലേക്ക് പോയാലോ. ആദ്യ പ്രണയവും പിന്നീട് ശത്രുതയിലേക്ക് നീളുന്ന ബന്ധമാണ് വെള്ളാനകളുടെ നാട്ടിലെ കോൺട്രാക്ടർ പവിത്രനും മുനിസിപ്പൽ കമ്മീഷണർ രാധയും തമ്മിലുള്ളത്. സത്യസന്ധയായ രാധയെ കൈക്കൂലി കേസിൽ പെടുത്തിയാണ് കോൺട്രാക്ടർ CP പകപോക്കുന്നത്. അഭിമാനിയായ രാധ ആത്മഹത്യാ ശ്രമം നടത്തുന്നതോടെ CPയുടെ പക പശ്ചാത്താപത്തിലേക്ക് വഴിമാറുന്നു. സഹോദരിയുടെ ദുരൂഹ മരണവും അയാളിൽ വലിയ ആഘാതം സൃഷ്ടിച്ചിട്ടുണ്ട്. പിന്നീടുള്ള ജീവിതത്തിൽ പവിത്രനെ നേർവഴിക്ക് നടത്തുന്നതും ഒപ്പം നിൽക്കുകയും ചെയ്യുന്നത് രാധയാണ്. ഒരിക്കൽ ഈഗോയുടെയും തെറ്റിദ്ധാരണയുടെയും പുറത്ത് ശിഥിലമായ ബന്ധം പിന്നീട് കൂടുതൽ ദൃഢമാകുന്നു. ഇവിടെ അടുത്തത് നമ്മൾ മോഹൻലാല് ഡബിൾ റോളിൽ അഭിനയിച്ച മായാമയൂരം, രഞ്ജിത്തിന്റെ തിരക്കഥയിൽ സിബിമലയിൽ സംവിധാനം ചെയ്ത ഒരു ചിത്രമാണ് മായാമയൂരം. രണ്ട് വ്യത്യസ്ത ഗെറ്റപ്പുകളിലാണ് മോഹൻലാൽ ഈ സിനിമയിൽ എത്തുന്നത്. ഒന്നില് രേവതി നായികയുണ്ട്, പിന്നെ ശോഭനയുമാണ് നായിക. രണ്ട് നായികമാരുണ്ട്, രേവതി ശോഭനയും. അതായത് ബാംഗ്ലൂർ നഗരത്തിലെ സിവിൽ എഞ്ചിനീയറായ നരേന്ദ്രൻ എന്ന അപ്പുവിനെയും നാട്ടിൻപുറത്തുകാരനായ അയാളുടെ ഇരട്ട സഹോദരൻ കൃഷ്ണനുണ്ണി എന്ന ഉണ്ണിയെയുമാണ് മോഹൻലാൽ ഈ സിനിമയിൽ അവതരിപ്പിക്കുന്ന ഇരട്ട വേഷങ്ങൾ. അതായത് നരേന്ദ്രന്റെ അപകട മരണവും അത് പ്രണയിനിയായ നന്ദയിലും ഉണ്ടാക്കുന്ന മാനസിക ആഘാതത്തിലൂടെയാണ് ഈ സിനിമ ഇങ്ങനെ കടന്ന് പുരോഗമിച്ചു പോകുന്നത്. അപ്പൊ നരേന്ദ്രന്റെ സുഹൃത്തുക്കളുടെ സഹായത്തോടെ അയാളുടെ തറവാട്ടിൽ എത്തുമ്പോഴാണ് നരേന്ദ്രന് ഇരട്ട സഹോദരനുണ്ടെന്ന വിവരം നന്ദ അറിയുന്നത്. നരേന്ദ്രനോടുള്ള ഉണ്ണിയുടെ രൂപസാദൃശ്യം ആദ്യം അമ്പരപ്പും പിന്നീട് ആശ്വാസവും പതിയെ അത് പ്രണയത്തിലേക്ക് വഴിമാറുന്നതായിട്ടാണ് ഈ സിനിമയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് വെച്ചാലോ, ഈ ഉണ്ണി സ്നേഹിക്കുന്നതാവട്ടെ ഭദ്ര എന്ന് പറയുന്ന ശോഭനയുടെ കഥാപാത്രത്തെയും. അപ്പൊ ഉണ്ണിയുടെയും ഭദ്രയുടെയും പ്രണയം അത്രമേൽ തീവ്രമാണ്. പക്ഷെ നന്ദയെ സ്വീകരിക്കാനായിട്ട് ഉണ്ണിയുടെ മേലൊരു സമ്മർദ്ദം വരുന്നുണ്ട് വീട്ടുകാരുടെ. അപ്പൊ എന്നേക്കുമായി ഉണ്ണിയെ നഷ്ടപ്പെടുമെന്ന തിരിച്ചറിവില് ജീവൻ ബലി കൊടുക്കാൻ വരെ ഭദ്ര അവിടെ തയ്യാറാകുന്നുണ്ട്. അപ്പൊ നരേന്ദ്രനായും ഉണ്ണിയായും മോഹൻലാല് വ്യത്യസ്ത ഭാവങ്ങൾ കൊണ്ട് ഒരു വൈവിധ്യം സൃഷ്ടിക്കുമ്പോൾ ഈ രണ്ട് വ്യത്യസ്ത പ്രണയകഥകളായി മായാമയൂരം പരിണമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവർ രണ്ടുപേരും അനേകം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ ഭൂരിഭാഗവും സൂപ്പർ ഹിറ്റുകളാണ്. എങ്ങനെ നോക്കിയാലും ഇന്ത്യൻ സിനിമ കണ്ടിട്ടുള്ള രണ്ട് അതുല്യ പ്രതിഭകളാണ് മോഹൻലാലും ശോഭനയും. ഇരുവരും ഒന്നിക്കുമ്പോഴുള്ള ആ മാന്ത്രികതയ്ക്കായി നമുക്ക് വീണ്ടും കാത്തിരിക്കാം. അപ്പോൾ തുടരും എന്ന ചിത്രം കണ്ടിട്ട് ബാക്കി നമുക്ക് വീണ്ടും സംസാരിക്കാം.